പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 91 സങ്കീർത്തനം 14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് തന്നത് വളരെ സുപരിചിതമായ ഈ വേദവാക്യമത്രേ. നാം പലപ്പോഴും വായിച്ചു വിട്ട ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിപ്പാൻ കൽപ്പിക്കുന്നു. നമ്മളോട് സംസാരിക്കുന്ന ഈ ദൈവവചനത്തിനായി സ്തോത്രം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുന്നത് ഒരു ദൈവ പൈതലിന് ഏറ്റവും അനുഗ്രഹമത്രേ. വേദപുസ്തകത്തിൽ ഇവിടെ വായിക്കുന്നു, ഞാൻ അവനെ വിടുവിക്കും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ആയിരുന്നാലും ദൈവത്തോട് പറ്റിയിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ തകർക്കാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ, നിനക്ക് വിരോധമായി പ്രവർത്തിക്കാൻ ഒരു തന്ത്രത്തിനെയും ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തോട് പറ്റിയിരിക്കുന്ന വ്യക്തിയാണോ, നിശ്ചയമായി അവൻ നിന്നെ പരിപാലിക്കും, നിശ്ചയമായി അവൻ നിന്നെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും എന്ന് തിരുവചനം പറയുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 1 അധ്യായം 36 വാക്യത്തിൽ ഹല്ലേലൂയ യോശുവയെയും കാലേബിനെയും കുറിച്ച് അവിടെ ഇപ്രകാരം സാക്ഷീകരിച്ചിരിക്കുന്നു. അവർ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവൻ്റെ പുത്രന്മാർക്കും അവനും അവർ കാല് വെച്ച ദേശത്തെ ദൈവം കൊടുത്തു. ദൈവത്തോട് പറ്റി നിൽക്കുന്നവനുള്ള ഒരു ഗുണം അതാ. ദൈവത്തോട് പറ്റി നിന്നാൽ നമ്മുടെ കഴിവിനപ്പുറത്ത്, നമ്മുടെ യോഗ്യതയ്ക്കപ്പുറത്ത് ദൈവം ചിലത് നമുക്ക് തരും. നാം പലപ്പോഴും ചിന്തിക്കും, ഇതെങ്ങനെ ലഭിച്ചു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പാകെ അതിശയമാകത്തക്ക രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഇവിടെ ജോഷുവയും കാലേബും ദൈവത്തോട് പറ്റിയിരുന്നു. അവരുടെ നോട്ടം മനുഷ്യൻ്റെ മുഖത്തേക്കായിരുന്നില്ല, അവർ നോക്കിയത് ദൈവമുഖത്തേക്കാ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അവനും അവൻ്റെ പുത്രന്മാർക്കും അവർ കാലി ചവിട്ടിയ ദേശം കൊടുക്കും എന്ന് ദൈവം സത്യം ചെയ്തു കൽപ്പിച്ചു. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ജോഷുവയ്ക്കും അവൻ്റെ തലമുറയ്ക്കും കാലേബിനും ഹല്ലേലൂയ അവർ കാല് വെച്ച ദേശത്തെ ദൈവം അവകാശമാക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ദൈവത്തോട് നാം പറ്റിയിരിക്കുമോ? ദൈവത്തോട് പറ്റി നിന്നാൽ നിശ്ചയമായി ദൈവം ചില നന്മകളെ തരും. നിങ്ങൾ നോക്ക്, വേദപുസ്തകത്തിൽ തുടർന്ന് റൂത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, റൂത്ത് ശാപത്തിൻ്റെ കീഴിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. മോവാബ്യർ യഹോവയുടെ ആലയത്തിൽ 10ാം തലമുറ പോലും പ്രവേശിപ്പാൻ കഴിവില്ലാത്തവരാ. അവർക്കതിനുള്ള യോഗ്യതയില്ല. അവരെ ദൈവം പുറന്തള്ളിയ ഒരു ജാതിയാണ്. എന്നാൽ എന്താ ഇവിടെ സംഭവിച്ചത്? രൂത്തിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകം 1 അധ്യായം 14 വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു, ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, റൂത്തോ അവളോട് പറ്റി നിന്നു. റൂത്ത് നവോമിയോട് പറ്റി നിന്നു. ഇന്ന് പകൽക്കാലവും പറ്റി നിൽക്കാൻ പറ്റുമോ? നിശ്ചയമായി നിൻ്റെ ചരിത്രം മാറും, നിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ മാറും. റൂത്തിൻ്റെ ചരിത്രം ഹല്ലേലൂയ ശാപത്തിൻ്റെ ചരിത്രമാണ്, മരണത്തിൻ്റെ ചരിത്രമാണ്, നഷ്ടത്തിൻ്റെ ചരിത്രമാണ്. എന്നാൽ നവോമിയോട് പറ്റി നിന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, അവളെ യേശുവിൻ്റെ ഹല്ലേലൂയ വംശാവലിക്കകത്ത് ദൈവം കൊണ്ടുവന്നു. അവളെ വലിയ തോട്ടത്തിന് ഉടമസ്ഥയാക്കി. ഒന്നുമില്ലാത്തവളെ ഹല്ലേലൂയ ബോവസിൻ്റെ ഭാര്യയാക്കി മാറ്റി, സകലത്തിനും അധിപതിയാക്കി മാറ്റി. ദൈവത്തിൻ്റെ ചരിത്രം അതാ. ദൈവത്തോട് നീ പറ്റി നിൽക്കുമെങ്കിൽ റൂത്തിൻ്റെ ശാപം മാറ്റി, റൂത്തിൻ്റെ ഇല്ലായ്മ മാറ്റി, റൂത്തിൻ്റെ നഷ്ടത്തെ മാറ്റി, റൂത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതിയെങ്കിൽ ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുത്താട്ട്, നല്ല വഴികാട്ടിയായ പരിശുദ്ധ ആത്മാവിനോട് പറ്റി നിന്നാട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. നവോമിയോട് ചേർന്ന് നിന്നപ്പോൾ റൂത്തിൻ്റെ ചരിത്രം മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറ്റി നിൽക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ ടെസ്റ്റിമണികളെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ, നമ്മുടെ കർത്താവ് മതിയായവനാ. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ
വിളിച്ചപേക്ഷിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. വീണ്ടും വേദപുസ്തകത്തിൽ നമുക്ക് വളരെ വലിയ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ദൈവത്തോട് പറ്റിയിരിക്കുന്ന ചരിത്രം. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ അരയ്ക്ക് പറ്റിയിരിക്കുന്ന കച്ചയോടാണ് ഇസ്രായേലിനെ ഉപമിച്ചത്. ഇസ്രായേലിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കരയിൽ കച്ച പറ്റിയിരിക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിനോട് പറ്റിയിരുന്നാൽ ഹല്ലേലൂയ നിങ്ങളെ ദൈവം സൂക്ഷിക്കും, നിങ്ങളെ ദൈവം പരിപാലിക്കും, നിങ്ങൾക്കൊരു കേടും കൂടാതെ ദൈവം സൂക്ഷിക്കും. ദൈവത്തോടാണോ പറ്റിയിരിക്കുന്നത്? ഒരു കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. നോക്ക്, ദൈവത്തിൻ്റെ അരയോട് പറ്റിയിരുന്നാൽ ഒരു കച്ച പറ്റിയിരിക്കുന്നത് പോലെ നാം ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്വന്തം ജനമാക്കി മാറ്റും. നമ്മുടെ നിലവാരത്തെ ദൈവം മാറ്റും. എന്നിട്ട് പറയുന്നു, ദൈവം നമ്മെ കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കും. നമ്മെ കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കി മാറ്റും. ഇന്ന് രാവിലെ നാം ഒന്ന് തീരുമാനമെടുക്കുമോ? ലോകത്തോട് പറ്റിയിരിക്കണോ, കർത്താവിനോട് പറ്റിയിരിക്കണോ? കർത്താവിനോട് പറ്റിയിരിക്കുമെങ്കിൽ, കർത്താവിനോട് ചേർന്നിരിക്കുമെങ്കിൽ നമ്മെ പ്രശംസാ വിഷയമാക്കും, നമ്മെ അലങ്കാരമാക്കി മാറ്റും, നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റും, നമ്മെ തൻ്റെ മക്കളാക്കി മാറ്റും. അല്ലെ, രൂത്തിൻ്റെ ചരിത്രം മാറ്റിയതുപോലെ നമ്മുടെ ചരിത്രം മാറ്റും. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. സകല രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അന്ധകാരത്തിൽ അവൻ നമ്മെ വിടുവിക്കും. നമുക്ക് അവകാശങ്ങളെ തന്ന് അവൻ നമ്മെ മാനിക്കും. ഇന്ന് പകൽക്കാലവും ദൈവത്തോട് നമുക്ക് പറ്റിയിരിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.